ക്രൊയേഷ്യൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മാച്ചിങ് ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കുറച്ച് റീൽസും എല്ലാം എടുത്തിട്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ടാക്സി വിളിച്ചു. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കേട്ടോ. സ്പ്ലിറ്റിലാണ് ഞങ്ങളിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. സ്പ്ലിറ്റിൽ തന്നെയാണ് ഞങ്ങളൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം വിശന്ന് ഞങ്ങളുടെ എന്താ പറയുക, വയറ് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാമെന്ന് പറയില്ല, ആ അവസ്ഥയിലെത്തി. അപ്പോഴാണ് നോറ കൊണ്ടുവന്നിരിക്കുന്ന സ്നാക്സ് ഞങ്ങൾ കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് ചെക്കിൻ എല്ലാം ചെയ്ത് ഇതേ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 3rd ഫ്ലോറിലാണ് റൂം കിട്ടിയിരിക്കുന്നത്. 305 ആണ് ഞങ്ങളുടെ റൂമിൻ്റെ നമ്പർ. അപ്പം ഇതാണ് ഞങ്ങളുടെ 3 പേരുടെയും ഇനിയുള്ള സ്റ്റേ. ഇവിടുത്തെ ഒരു 3 ദിവസത്തെ സ്റ്റേ ഇവിടെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എക്സ്ട്രാ ബെഡൊക്കെ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പക്ഷേ എക്സ്ട്രാ ബെഡിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ നമുക്ക് എക്സ്ട്രാ ബെഡ് തന്നിട്ട്, കാരണം ഞങ്ങൾ 3 പേരാന്ന് പറഞ്ഞതുകൊണ്ട്. ഇതാണ് വാഷ്റൂം, എല്ലാം ഒരു നോർമൽ ലെവലിലുള്ളത്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല വ്യൂ ആയിരുന്നു. കാരണം ഇവിടെ കൂടുതലും മൗണ്ടെയിൻസും, ഒരു സൈഡ് ഫുൾ മൗണ്ടെയിൻസും ഒരു സൈഡ് ഫുൾ ബീച്ചസും ആണ്. അങ്ങനെ ഞങ്ങൾ അധികം സമയം കളഞ്ഞൊന്നുമില്ല. അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു ഞങ്ങൾ. കാരണം പുറത്ത് നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഒരു 33 ഡിഗ്രിയാണ് ഉള്ളതെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു 40 ഡിഗ്രിയിലൊക്കെയാണ്. എന്നാലും ഞങ്ങൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല, നമ്മൾ ഇത്രയും പൈസ പേ ചെയ്തല്ലേ എന്ന് കരുതി ഞങ്ങൾ ഇറങ്ങി സ്ഥലങ്ങളെല്ലാം കാണാൻ ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് ചൂട് കാരണം എന്തെങ്കിലും തണുത്തത് കഴിക്കാന്നുള്ള പ്ലാൻ വരുന്നത്. അപ്പം ഞങ്ങൾ എന്താ വിചാരിച്ചു, ഓക്കെ എന്ന് നമുക്ക് ഐസ്ക്രീം കഴിക്കാനും. അങ്ങനെ ഐസ്ക്രീം മേടിച്ചതേ ഞങ്ങൾ പിന്നെയും നടക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ.